അതായത് ഇസ്രായേലിനെ നേരത്തെ തന്നെ പല ലോകരാജ്യങ്ങളും കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഹിസ്ബുള്ള നേതാവിൻ്റെ വധത്തോടുകൂടി ഇറാനും സിറിയയിലെയും സ്ത്രീകൾ നടത്തുന്ന ഒരു ആഹ്ലാദ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാവുന്നുണ്ട്. മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണ്, ആക്രമണം അഴിച്ചുവിടുന്നു, നിരപരാധികൾ കൊല്ലപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധി ആരോപണങ്ങളായിരുന്നു. പക്ഷെ അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഈ ആഹ്ലാദത്തെ നമ്മൾ കാണേണ്ടത്. സ്ത്രീകൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. സിനിജി കണ്ടിരുന്നു ആ വീഡിയോ? തീർച്ചയായിട്ടും വലിയ ആഹ്ലാദ പ്രകടനം. കാരണം അവർക്ക് എന്തോ ഒരു വലിയ സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെ. ഇത്രയും നാൾ ഈ മൂടുപടത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നവരെല്ലാം തന്നെ ഈ സൂര്യപ്രകാശം കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നവരുടെ ഒരു ഫീലില്ലേ, അതിന് സമാനമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും നാൾ മേലധ്യക്ഷന്മാരുടെ കർക്കശമായ ചാട്ടവാറിനുള്ളിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളും ഒപ്പം ഈ മതനിയമങ്ങൾ പൂർണ്ണമായും മനസ്സോടുകൂടി അംഗീകരിക്കാത്ത പുരുഷന്മാരുമുണ്ട്. അത് സിറിയയിലുണ്ട്, ലെബനിലുണ്ട്, ഇറാനിലുണ്ട്. പലയിടത്തും ഈ ആചാര്യന്മാർ മതനിയമങ്ങൾ കർശനമായി നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒട്ടനവധി രാജ്യങ്ങളിൽ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ പൗരന്മാർക്ക്, സ്ത്രീകൾക്ക് എല്ലാം അനുവദിച്ചു നൽകുന്നു. പക്ഷേ ഇറാനെ പോലൊരു രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് ഷിയ ഭൂരിപക്ഷമുള്ള മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ അവർ മറ്റ് രാജ്യങ്ങളിലെ മുസ്ലിം വിഭാഗവുമായി കൂടി ചേർന്ന് പോകുന്നില്ല. അതുകൊണ്ട് അവർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളെയും തങ്ങളുടെ അധീനതയിൽ നിർത്തണം, അല്ലെ തങ്ങളുടെ കൺട്രോളിലായിരിക്കണം അവർ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം, ഒരു എന്താ പറയുക, ഭരണകൂടം എക്കാലത്തും ഇറാനിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇറാൻ ചെലവും കൊടുത്ത്, അതായത് പണവും ആയുധങ്ങളും ഒക്കെ കൊടുത്ത് ഈ തീവ്രവാദ സംഘടനകളെ രൂപീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഹമാസിനെ അങ്ങനെ സഹായിച്ചതാണ്. അതുപോലെ തന്നെ ഹിസ്ബുള്ള രൂപീകരിച്ചത് തന്നെ ഈ ലെബനൻ എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റണം എന്ന ലക്ഷ്യത്തോടെ ഇറാൻ നടത്തിയ നീക്കങ്ങൾക്കൊടുവിലാണ് തുടർന്ന് ഹൂത്തികളെ ഈ സിറിയയിലേക്ക് അയച്ച് അവിടെയും ഒരു ക്രൈസ്തവ ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും ഇറാൻ്റെ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് അവർ നീങ്ങുകയാണ്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത രാജ്യം ഒറ്റയടിക്ക് ഒരു കൂട്ടം ആക്രമണങ്ങൾ, അങ്ങനെ തന്നെ പറയണം. കാരണം ഹമാസിനെ തീർത്തു, അതിനുശേഷം ഹിസ്ബുള്ളയെ, ഈ പറയുന്ന ഇറാൻ്റെ കൂലിപ്പട്ടാളത്തെ, അവരുടെ തലയ്ക്കടിക്കുന്ന പോലെയുള്ള ആക്രമണം നടത്തുന്നു. സിറിയയിൽ നിന്ന് ഹൂത്തികൾ വന്നപ്പോൾ തന്നെ തുടക്കത്തിലെ അവർക്ക് വാണിംഗ് കൊടുത്തിട്ട് ചെറിയ ആക്രമണങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ ഫലമായിട്ട് ഈ മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഭീകര സംഘടനകളുടെ തലപ്പത്തുള്ളവരെല്ലാം തന്നെ തട്ടിപ്പോയി. അപ്പോൾ തലപ്പത്തുള്ളവർ തട്ടിപ്പോയാൽ 2-3 നിരയിലുള്ള നേതാക്കൾക്ക് ഇനി എന്ത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നറിയില്ല. കാരണം ഈ മതനിയമങ്ങൾ ആദ്യം പുറപ്പെടുവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആചാര്യന്മാരാണല്ലോ, അതായത് തലപ്പത്തുള്ളവർ. മറ്റുള്ളവർ ഈ പാവകളെ പോലെ, അടിമകളെ പോലെ അത് അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അനുസരിക്കാൻ മാത്രമുള്ള അണികൾ മാത്രമായി വന്നതോടുകൂടി സ്ത്രീകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി ആഹ്ലാദ നൃത്തം നടത്തി. അതായത് ഇറാനിൽ നേരത്തെ ഈ പറയുന്ന കറുത്ത പർദ്ദ ഉപയോഗിക്കാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ കുറ്റമാണ്, പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോകും. അതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പാടില്ല, എല്ലായ്പ്പോഴും പുരുഷൻ്റെ ഒരു അടിമയായി നിൽക്കണം. അവിടെ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന വീഡിയോ, ഈ പ്രീത പറഞ്ഞതുപോലെ വളരെ ആഹ്ലാദത്തോടെ അവർ അവരുടെ ദേശീയ പതാകയൊക്കെ ഉയർത്തിയിട്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പം അതിൻ്റെ വാർഷികത്തിനൊക്കെ ആഘോഷിക്കില്ലേ, അതിനേക്കാൾ വലിയ സന്തോഷം. അപ്പോൾ അവരുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താ? തങ്ങളുടെ മതത്തെ നിയന്ത്രിച്ചിരുന്ന ചില തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ചത്തുപോയിരിക്കുന്നു. അപ്പോൾ ഇറാന് അല്ലെങ്കിൽ സിറിയയ്ക്ക്, ലെബനനൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത് ഇപ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ ആണോ എന്ന് ചോദിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇറാനിലെയും സിറിയയിലെയൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത ദൈവപുത്രനാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനിയൊരു ഒക്ടോബർ 7 ആവർത്തിക്കരുത് എന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. കാരണം ഇസ്രായേൽ അങ്ങോട്ട് പോയി അടിച്ചതല്ല, ലെബനിൽ നിന്നൊരു ആക്രമണം വന്നപ്പോൾ അതിൻ്റെ ചെറുത്തുനിൽപ്പായി തുടങ്ങിയതാണ്. അവിടെ നിന്നാണ് ഈ വലിയൊരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ എത്തി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സിരിജി പറഞ്ഞതുപോലെ തന്നെ ഒരു മത നിയന്ത്രണം, അല്ലെങ്കിൽ മതത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് അത് ജനങ്ങളിൽ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് നമ്മൾ ഇറാനിലും സിറിയയിലും ലെബനിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മതം ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തെ, ഇപ്പോൾ താലിബാനിലൊക്കെ നമ്മൾ പറയുന്നതിൽ സംഗീത ഉപകരണങ്ങൾ, ലക്ഷക്കണക്കിന് സംഗീത ഉപകരണങ്ങൾ കത്തിക്കുന്നു, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല, ഒരുമിച്ച് പഠിക്കാൻ പാടില്ല, ഒരുമിച്ച് നടക്കാൻ പാടില്ല, സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെയുള്ള വലിയ, സ്ത്രീക്ക് ഒരു തരത്തിൽ സ്ത്രീ പുരുഷന്റെ അടിമയാണ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ധാരണ. അതുകൊണ്ട് സ്ത്രീകളെ ഒരു തരത്തിൽ, ഇപ്പൊ ഇന്നലെ സിനുജി നമ്മുടെ തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഏതോ ഒരു സ്ത്രീയുടെ മുടി കുറച്ച് പുറത്ത് കണ്ടു എന്ന് കരുതി ഇറാനിലെ മത പോലീസ് അവരെ പിടിച്ചുകൊണ്ടുപോയി മകുടം വച്ച് അടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. അപ്പൊ
അത്രമാത്രം മതം അവരെ ഇങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ത്രീയുടെ മുടി പുറത്ത് അതുപോലും കാണാൻ പാടില്ല. മാത്രമല്ല മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭർത്താവോ സഹോദരങ്ങളോ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം അവസാനം ഒരു നോക്ക് കാണാൻ പോലും പുറത്തിറങ്ങാൻ, കബറിടത്തിലേക്ക് പോകാൻ പോലും ഇവർക്ക് അവകാശമില്ല. അപ്പൊ അത്തരത്തിൽ ഇവരെ അങ്ങ് മുറുക്കി ചങ്ങലക്കിട്ട് നിർത്തിയിരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അപ്പോൾ ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഹിസ്ബുള്ളയുടെ തലവൻ മരണപ്പെട്ടതോടുകൂടി ഇവരുടെയൊക്കെ ഈ ആയത്തുള്ള അലി ഖമേനിയുടെയൊക്കെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് മതം തന്നെ, മതമാണ് എല്ലാം, മതത്തിലൂടെ ഊന്നി മാത്രമേ ഞങ്ങൾ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഈ 72 ഹൂറികളുമായിട്ടൊക്കെ സന്തോഷിക്കാം, ഇവർക്ക് ആഹ്ലാദിക്കാം, ഇവർക്കെല്ലാം ചെയ്യാം. പക്ഷെ സ്ത്രീകൾ പുരുഷന്റെ ഉപഭോഗ വസ്തു മാത്രമാണ്. അതിലപ്പുറം അവന് മാനസിക ഉല്ലാസത്തിനും ശാരീരിക ഉല്ലാസത്തിനും ഉപയോഗിക്കുന്ന വസ്തു മാത്രമാണ് സ്ത്രീ. അതിലപ്പുറം സ്ത്രീക്കൊന്നുമില്ല. അവൾക്ക് പഠിക്കാൻ പാടില്ല, സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങാൻ പാടില്ല, ഒരു പാട്ട് കേൾക്കാൻ പാടില്ല, സ്ത്രീക്ക് മറ്റ് ആവശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല. വലിയ നിയന്ത്രണങ്ങളാണ്. ഇപ്പൊ പുരുഷന്മാർക്ക് പള്ളികളിൽ 5 നേരം നിസ്കരിക്കാൻ പോയില്ലെങ്കിൽ അവർക്കും അതിൻ്റെതായ ശിക്ഷകൾ ലഭിക്കും. ഇതൊക്കെ വലിച്ചെറിഞ്ഞ് പുറത്തു വന്ന് പ്രതിഷേധം സംഘടിപ്പിച്ച സ്ത്രീകളെ മുഴുവൻ കൊണ്ടുപോയി പോലീസ് കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് പലരെയും കൊന്ന്, അങ്ങനെയൊക്കെ വാർത്തകൾ നമ്മൾ ഇറാനിൽ നിന്ന് സിറിയയിൽ നിന്നൊക്കെ കേൾക്കുമ്പോഴാണ് ഹിസ്ബുള്ള തലവനെ ദൈവപുത്രനായ യഹോവയുടെ പുത്രനായ ബെഞ്ചമിൻ നെതന്യാഹു വന്ന് കൊന്ന് തീർത്തിരിക്കുന്നത്. മൊസാദിന്റെ തന്ത്രങ്ങളിലൂടെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ ഓരോരുത്തരെയും അവർ ദൈവങ്ങളെ പോലെയാണ് കാണുന്നത്. അതിൻ്റെ ആഘോഷം, ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് പല തെരുവുകളിലും. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പള്ളികളിലും ഹിസ്ബുള്ളയുടെ തലവൻ മരണപ്പെട്ടതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം ഇവർ സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇനി പുതിയ ഒരു സ്ഥാനാരോഹണങ്ങളൊക്കെ ഹിസ്ബുള്ളയുടെ തലവന്റെ സ്ഥാനത്തേക്ക് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്നവരെയും തീർക്കാനുള്ള പദ്ധതികൾ ഇപ്പോഴേ മൊസാദ് മെനഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാകും. എന്തായാലും ഇപ്പോൾ അവിടുത്തെ സ്ത്രീകൾ സ്വതന്ത്രരാണ്. അങ്ങനെയാണ് എന്ന് നമുക്ക് 100% പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിൽ പോലും പഴയതിനേക്കാളും കുറച്ചുകൂടി സ്വാതന്ത്ര്യം അവർക്ക് ഒരുപാട് മാറിയിരിക്കുന്നു. തെരുവുകളിൽ അവർ വരുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടപ്പോഴും ഇതുപോലെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ മത നേതാക്കളൊക്കെ അവരെ എത്രത്തോളം ക്രൂരമായിട്ടാണ് ട്രീറ്റ് ചെയ്തത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇറാനിലേക്ക് ഒരു ഭരണകൂടമുണ്ട്. സത്യത്തിൽ അവർ ജനാധിപത്യം എന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പുതിയ ഭരണാധികാരികൾ വന്നാലും ആത്യന്തികമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഈ മത നേതാവായ ആയത്തുള്ള അലി ഖമേനിയാണ്. അപ്പോൾ ഈ ഖമേനി ഇപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബങ്കറിൽ പോയി വിളിച്ചിരിക്കുന്നു. അതിനെ ഇറാനിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആഘോഷമാക്കി മാറ്റുന്നു. കാരണം എല്ലാവർക്കും മത നിയമങ്ങളെ പൂർണ്ണമായും പാലിക്കാൻ പറ്റില്ലല്ലോ. സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരുണ്ട്. പക്ഷേ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഇവർ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് സ്ത്രീകളെയും പുരുഷന്മാരെയും? അപ്പം മറ്റുള്ളവർ അവരെ ഭയപ്പെടണം. ഇതൊരു സ്വാഭാവികമായ ചിന്താഗതിയാണ്. ഇത് ലെബനനിലും അതുപോലെ തന്നെ സിറിയയിലും ഒക്കെ കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്തയനുസരിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ഞങ്ങൾ ഈ ഉദ്യമം പൂർത്തീകരിച്ചിട്ട് ഇതിൽ നിന്ന് പിന്മാറൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലെബനിലേക്കുള്ള ആക്രമണം തുടർന്ന് വന്നതോടുകൂടി അവിടെ നിന്ന് നിരവധി ആളുകൾ പലായനം ചെയ്യുന്നു. അപ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിലേക്ക് അത്തരം ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് മറ്റ് ചിലർ ശ്രമിക്കുന്നുണ്ട്. അപ്പം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഒരു താല്പര്യമില്ല. പക്ഷേ ഹമാസ് ഇല്ല, അതുപോലെ തന്നെ ഹിസ്ബുള്ള ഇല്ല, അതുപോലെ ഹൂത്തികളില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. ഇവിടെ ഇനി അടുത്തായി സംഭവിക്കാൻ പോകുന്ന സിറിയ കേന്ദ്രീയമാക്കി ഹൂത്തികളുടെ ഒരു പുതിയ വിഭാഗം രംഗത്തേക്ക് വരും. ഇവർക്ക് ഇറാൻ പ്രത്യക്ഷമായും പരോക്ഷമായും സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. എങ്ങനെ സപ്പോർട്ട് ചെയ്താൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്ന ഇസ്രായേൽ നേരെ ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ചേക്കാം. നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഈ പറയുന്ന ആർമി ഉണ്ടല്ലോ, അതായത് കാലാൾപ്പട എന്ന് നമ്മൾ പറയുന്നത്, അവർ യുദ്ധതന്ത്രത്തെ കരസേന ഇപ്പോൾ ഈ പറയുന്ന ലെബനൻ്റെ അതിർത്തിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇതിനുവേണ്ടി 3 ബറ്റാലിയൻ, അതായത് ഈ റിസർവ് സേന എന്ന് പറയുന്ന 3 ബറ്റാലിയനാണ് ഇവർക്കൊപ്പം കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് ലെബനനെയും വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യും. അപ്പോൾ ആ ലെബനിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തെരുവിലേക്ക് ഇറങ്ങി നൃത്തം ചെയ്യുക, വേഗം വാ ഇസ്രായേലുകാരെ ഞങ്ങളെ കൂടെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്രത്തോളമാണ് ആ സ്ത്രീകൾക്ക് അടിമത്തം അല്ലെങ്കിൽ ദുസ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? ഒന്ന് മുടി പുറത്ത് കാണിച്ചതിന് ഇത്രയും ക്രൂരത ചെയ്യുന്ന എന്തിനാ? മറ്റൊരാൾ ഇത് ആവർത്തിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മത നിയമങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന തീവ്ര മുസ്ലിം
രാഷ്ട്രങ്ങളുണ്ടല്ലോ ഭരണത്തിലുള്ള അവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ലോകക്രമത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സൗദി അറേബ്യയോ ഖത്തറോ അല്ലെങ്കിൽ UAE പോലുള്ള എമിറേറ്റ്സിലൊന്നും ഇത്തരം കാര്യങ്ങളില്ലല്ലോ. പിന്നെ ഇവർ മാത്രം എന്താ ചെയ്യുന്നത്? മാത്രമല്ല ഈ പറയുന്ന പലസ്തീൻ എന്ന് പറയുന്ന സുന്നി വിഭാഗക്കാര, ഈ സുന്നി വിഭാഗക്കാരുടെ ഒരു പ്രശ്നത്തിൽ ഷിയ വിഭാഗക്കാരായ ഇറാൻ കയറി ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഇല്ല, അടുപ്പിനകത്ത് തീക്കൊള്ളി വെച്ചിരുന്നപ്പോൾ ആ തീക്കൊള്ളി എടുത്ത് വെച്ച് ഇറാൻ തലയൊറിയെന്ന് പറയുന്ന ഒരവസ്ഥ. വേറെ എത്ര ഈ ഈർക്കുണ്ടാവും തലയൊറിയാൻ. അപ്പോൾ ഇറാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ച് മേടിച്ച് അടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഇസ്രായേലിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇറാനൊട്ട് കഴിയില്ല. കാരണം അവരുടെ ആയുധങ്ങൾ എന്നൊക്കെ പറയുന്നത് പാണ്ഡവന്റെ കാലത്തുള്ള പഞ്ചപാണ്ഡവന്മാരുടെ കാലത്തുള്ള ആയുധങ്ങളാണ്. അതൊക്കെ പൊടിതട്ട് എടുത്ത് വരുമ്പം തന്നെ ഇവിടെ ഇസ്രായേൽ മേഞ്ഞ് തീർത്തിരിക്കും. ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം യമനില് വ്യോമമാർഗമുള്ള അല്ലെ? അതെ, വ്യോമമാർഗം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വ്യോമസേന ഉള്ളത് ഈ ഇസ്രായേലിനാണ്. മാത്രമല്ല അവരുടെ ടെക്നോളജിയും വളരെ വലുതല്ലേ. ഈ പറയുന്ന പേജർ സ്ഫോടനമൊക്കെ അറിയത്തില്ലോ. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് സിറിയയിലും അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ മറ്റേ യമനിലും ഒക്കെ ചില ആസൂത്രണങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പ്ലാനിങ്ങിന്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ഇറാനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഓരോ സ്ഥലവും ഞങ്ങൾക്കറിയാം, ഇറാനിൽ എവിടെ എപ്പോൾ ഞങ്ങളുടെ കൈ എത്തുമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഇറാനെ പേടിപ്പിച്ചിരിക്കുകയാണ്. ഈ പെഷസ്ക്യാൻ എന്ന് പറയുന്ന പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത് ഇപ്പം ഇസ്രായേൽ ചെയ്തത് ശരിയല്ല, യുദ്ധ നിയമങ്ങൾ എതിരാണെന്നൊക്കെ പറയുന്നു. ഈ യുദ്ധത്തിൽ നിയമങ്ങളില്ല, യുദ്ധത്തിൽ വിജയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ ഈ നിലപാടുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പരോക്ഷ പിന്തുണയുമായി അമേരിക്ക കൂടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ഈ മത തീവ്രവാദം ലക്ഷ്യമാക്കി ഇപ്പോൾ ഭരിക്കുന്ന ചില രാഷ്ട്രങ്ങളുടെ ഈ ഏകാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പണ്ട് ലെബനൻ ക്രൈസ്തവ രാജ്യമായിരുന്നു, പിന്നീട് അത് മുസ്ലിം ഭൂരിപക്ഷമായി. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കി മാറ്റുന്നു. ഇനി അവിടുത്തെ പുതിയ മാപ്പുകളൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇസ്രായേലിൽ അതിൻ്റെ വിസ്തൃതിയൊക്കെ വർദ്ധിപ്പിച്ചു വരും. അപ്പോൾ എന്തായാലും സ്ത്രീകൾ ആഘോഷിക്കട്ടെ അല്ലേ? ഹമാസ് ആകട്ടെ, ഹിസ്ബുള്ള ആവട്ടെ, ഹൂത്തികളാവട്ടെ, എല്ലാ തീവ്രവാദികളും തുടച്ചു നീക്കി ഇസ്രായേലി ലോകത്തില് സമാധാനം. അല്ല, എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കൃഷ്ണൻ അർജുനോട് പറഞ്ഞതാണ്, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമല്ല. അതുപോലെ ഇസ്രായേലിലെ നെതന്യാഹു പറയുകയാണ്, മാർഗമല്ല, ഞങ്ങളുടെ ലക്ഷ്യം കൃത്യമാണ്, ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ ഏത് മാർഗത്തിലൂടെയും അടുക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.